അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ യാ ബുനയ്യ, സബാഹൽ ഖൈർ. എന്തൊക്കെയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിശേഷങ്ങൾ? എല്ലാവർക്കും നമ്മളെടുക്കുന്ന പാഠങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങളെ വർക്കുകളൊക്കെ ചെയ്ത് അയക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ പാഠം എവിടെ എത്തി? പാഠഭാഗങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് ഓരോ ദിവസവും വായിച്ചു നോക്കുന്നുണ്ടല്ലോ അല്ലേ? എത്ര എത്തിയിട്ടുണ്ട്? ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? യെസ്, എല്ലാവരും പറഞ്ഞാണിയും എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? ഫർഹയും ഇർഷാദ് മോനും അവരുടെ പ്രിയപ്പെട്ട അസ്ദിഖാകൾ അല്ലേ? അസ്ദിഖാകൾ എന്താ അസ്ദിഖാകൾ എന്ന് പറഞ്ഞാൽ? ഫ്രണ്ട്സുകൾ അല്ലേ? സ്വദീഖ് പറഞ്ഞാൽ ഫ്രണ്ട്, അസ്ദിഖാ പറഞ്ഞാൽ ഫ്രണ്ട്സുകൾ. നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും അല്ലേ? സുഹൃത്തുക്കൾ. അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരു സമ്മാനമായിട്ട് ഒരു സെല്ലത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. സെല്ലത്ത്, ഒരു കൊട്ടയിൽ അല്ലേ? അങ്ങനെ ഓരോരുത്തരും അവർക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ലക്ക് എന്താണ് എടുത്തത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അർനബ് എന്താണ് എടുത്തത്, കൽബ് എന്താണ് എടുത്തത്, അങ്ങനെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഒരു പുതിയ ഒരു വെജിറ്റബിളിൻ്റെ സൂം പേര് ഓർമ്മ ഉണ്ടല്ലോ? സൂം എന്ന് പറഞ്ഞാൽ ഗാർലിക് അല്ലേ? വെളുത്തുള്ളി. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത്. അവർ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവർ വളരെ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി. ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉഷാറൊക്കെ ആയിട്ടുണ്ടാവില്ലേ? അല്ലേ? നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ക്ഷീണമൊക്കെ പോയി നല്ല ഉഷാറിൽ എല്ലാവരും നല്ല എന്തും ചെയ്യാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇർഷാദ് മോനും ഫർഹയും എല്ലാവർക്കും വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ് കൊടുത്തത് അല്ലേ? ചിക്കനും പൊറാട്ടൊക്കെയാണ് കൊടുത്തത്? അല്ല, വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളായ ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് ഇനി അവർ എന്താണ് ചെയ്യാൻ പോണത്? അതാണ് നമ്മൾ ഇനിയുള്ള പാഠത്തിൽ പഠിക്കാൻ പോണത്. അപ്പോൾ പേജ് നമ്പർ എത്രയാണ്? 42 അല്ലേ? പേജ് നമ്പർ 42, 42ാമത്തെ പേജാണ് നമ്മളിന്ന് പാഠം തുടങ്ങുന്നത്. ആ 42 പേജ് എടുത്താൽ നമുക്ക് അതിൽ കാണാൻ കഴിയുന്ന ഒരു നല്ലൊരു പിക്ചർ ഇന്നുണ്ട്, ഒരു സൂറത്ത് കാണുന്നുണ്ട്, നല്ലൊരു ഫോട്ടോ. നമ്മളൊക്കെ കളിക്കുന്ന ഒരു കളിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളിയാണ് അല്ലേ? നിങ്ങൾ ആ ഫോട്ടോത്തിലേക്ക് നോക്കിയും എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? നമുക്ക് സ്ക്രീനിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ഫോട്ടോ ഒന്ന് കാണിക്കാം. കണ്ട എന്താണ് നമ്മൾ 42ാമത്തെ പേജിൽ കാണുന്നത്? എല്ലാവർക്കും അറിയില്ലേ എന്ത് കളിയാണെന്ന്? ഈ കളി കളിച്ചവരൊക്കെ ഒന്ന് കൈ പൊന്തിച്ചാണ്. ആരൊക്കെയാണ് ഈ കളി കളിക്കാറുള്ളത്? ഇപ്പോഴൊക്കെ അങ്ങനെ ഒഴിഞ്ഞിരിക്കണ സമയമാണല്ലേ? കളിക്കാറൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് ചെയ്യാറ്? അല്ലല്ലോ, കളിയൊക്കെ വേണം കേട്ടോ. പഠിക്കണം, കളിക്കണം, എല്ലാതും വേണം. കളിക്കാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളൊക്കെ കളിച്ചിരുന്ന കളികളാണല്ലേ? അപ്പോൾ ഇവരൊരു കളി കളിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ത് കളിയാണ് നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ഒരു മരത്തിന്, ഒരു വലിയൊരു മരം കാണുന്നുണ്ട്. ആ മരത്തിൻ്റെ താഴെ ഇർഷാദ് മോൻ ഇങ്ങനെ എണ്ണുകയാണ് അല്ലേ? നമ്മൾ എന്ത് കളി എന്ന് പറയാൽ സാറ്റ് കളി എന്നൊക്കെ പറയും, ഒളിച്ച് കളി എന്ന് പറയും അല്ലേ? ഒളിച്ച് കളി കളിക്കാൻ പോയിക്കണം അവർ. ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, അതുപോലെയൊക്കെ കൂട്ടിയിട്ട് അവർ ഒളിച്ച് കളി. നിങ്ങളെന്താ പറയാറ്? സാറ്റ് കളിയെന്നോ? എന്ത് കളിയാണ്? എന്ത് പേരെന്താണ് ആയിക്കോട്ടെ, കളിയൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മളിങ്ങനെ 1 2 3 4 5 6 7 10 എന്ന് വരെയൊക്കെ എണ്ണും. അങ്ങനെ അത് എണ്ണുന്നതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒളിച്ചിരിക്കും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഈ എണ്ണിയ ആളെന്ത് ചെയ്യും? ഈ ഒളിച്ചിരിക്കുന്ന ഓരോ ആളെയും പോയിട്ട് അങ്ങനെ കണ്ടെത്തും അല്ലേ? അങ്ങനെയല്ലേ കളി? രസകരമായൊരു കളിയാണ് അല്ലേ?
അപ്പോൾ ഈ ഫോട്ടോത്തിൽ ഇർഷാദ് മോനാണ് എന്ത് ചെയ്യണത്, എണ്ണുന്ന ആൾ. അങ്ങനെ ഫർഹയൊക്കെ ആ കുറ്റിച്ചെടികൾക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. അണ്ണാൻ എവിടെ നിൽക്കുന്നത്, സിഞ്ചാബ് സ്ക്വിരൽസ് എവിടെ നിൽക്കുന്നത്, മരത്തിൻ്റെ മേലെ കയറി നിൽക്കണം അല്ലേ. അങ്ങനെ ലക്കും കൽബും ഷാത്തും എല്ലാ കബുസും എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി ഒളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവർ കളിയൊക്കെ അങ്ങനെ കളിക്കുകയാണ്. കളിക്കുന്നതിന് മുമ്പ് അവരൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഫർഹ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇവരെ കളി സ്ഥലത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എന്താ കളി ഗ്രൗണ്ടിന് പറയാം, മൽഅബ് എന്ന് പറയും. മൽഅബ് പ്ലേ ഗ്രൗണ്ട്. നമ്മൾ കളിക്കാൻ പോകുന്ന കളിക്കണ സ്ഥലം ഉണ്ടല്ലോ, കളി ഗ്രൗണ്ട്. അതിന് പറയുന്ന പേരാണ് എന്താ ഞങ്ങൾ മൽഅബ്. മൽഅബ് പ്ലേ ഗ്രൗണ്ട്, സ്റ്റേഡിയം എന്നൊക്കെ പറയും. നമുക്കപ്പോൾ പ്ലേ ഗ്രൗണ്ട് മനസ്സിലാക്കിയാൽ മതി. മൽഅബ് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട്, കളിക്കുന്ന സ്ഥലം. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഉൻവാൻ. നമ്മുടെ നഷീദയാണ്. ആ നഷീദയുടെ ഉൻവാൻ എന്താണ്, നഹ്വൽ മൽഅബ്. നഹ്വൽ മൽഅബ്, ടുവാർഡ്സ് ദ പ്ലേ ഗ്രൗണ്ട്. നമുക്ക് കളിസ്ഥലത്തേക്ക് പോകാം എന്നാണ് നമ്മുടെ പാട്ടിൻ്റെ ഹെഡിങ്. അപ്പോൾ ഫർഹ നല്ലൊരു പാട്ടുകാരിയാണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫർഹ നല്ലൊരു പാട്ടുകാരിയാണ്. പാട്ട് പാടിയിട്ടാണ് ഫർഹ കൂട്ടുകാരൊക്കെ ക്ഷണിക്കുന്നത്. പാട്ടൊന്ന് പാടി നോക്കാം അല്ലേ. നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് പാടിത്തരാം, അതിന് ശേഷം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, പാടാം. പുസ്തകം കയ്യിലെടുത്തല്ലോ. 42-ാമത്തെ പേജിൽ ആണ് നമ്മൾ നോക്കേണ്ടത്. ഹയ്യാ നുൻഷിദു, ലെറ്റ് us sing a song. നഹ്വൽ മൽഅബ്. പാഠത്തിൻ്റെ ഹെഡിങ് നഹ്വൽ മൽഅബ് ടുവാർഡ്സ് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ തുടങ്ങല്ലേ, പാട്ട് തുടങ്ങല്ലേ. ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ് നഅദൂനൽ അബ്ലാല നത്അബു ഉഖ്തി ഫർഹ ഹിയ ലാ തത്അബ് ഖൽബൻ വാഹിദൻ കുന്നാ നൽഅബ്. 4 വരിയുള്ളൂ, ചെറിയ പാട്ടാണ്. ഒന്നുകൂടി പാടാം. ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ് നഅദൂനൽ അബ്ലാല നത്അബു ഉഖ്തി ഫർഹ ഹിയ ലാ തത്അബ് ഖൽബൻ വാഹിദൻ കുന്നാ നൽഅബ്. അടിപൊളി പാട്ടാണ് അല്ലേ. വേറെ രീതിയിലൊക്കെ പാടാം. നിങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് കൂട്ടുകാർക്ക് പാട്ട് പാടാനൊക്കെ നല്ല അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ നല്ല രീതിയിൽ പാടിയിട്ട് അയക്കണം കേട്ടോ. ഈ പാട്ടൊക്കെ പാടി അയക്കണം, നല്ല രസത്തിൽ പാടി അയക്കണം കേട്ടോ. നമുക്കൊന്ന് പാടി വെക്കാം. എൻ്റെ കൂടെ പാടുക. ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ് ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ് നഅദൂനൽ അബ്ലാല നത്അബ് നഅദൂനൽ അബ്ലാല നത്അബ് ഉഖ്തി ഫർഹ ഹിയ ലാ തത്അബ് ഉഖ്തി ഫർഹ ഹിയ ലാ തത്അബ് ഖൽബൻ വാഹിദ് കുന്നാ നൽഅബ്. ഇത്രയും രസകരമായൊരു പാട്ടാണ്. ഈ പാട്ടിൽ പറയുന്നത് എന്താണ്, നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാം, കളിസ്ഥലത്തേക്ക് നമുക്ക് പോകാം. അതുപോലെ നമുക്ക് ക്ഷീണിക്കാത്ത, നമ്മൾ വല്ലാതെ ടയേർഡാകാത്ത ഒരു കളി നമുക്ക് എന്ത് ചെയ്യാം, കളിക്കാം. പിന്നെ ഒറ്റക്കെട്ടായിട്ട് കൽബൻ വാഹിദൻ, കൽബൻ വാഹിദൻ, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യാം, കളിക്കാം. അപ്പോൾ എല്ലാവരെയും കളിസ്ഥലത്തേക്ക് വിളിച്ചിട്ട്
ഫർഹ എന്ത് ചെയ്യാണ്, കളിസ്ഥലത്തേക്ക് പോയി അവർ സാറ്റ് കളി കളിച്ചു. അതിനുശേഷം പിന്നെ അവർ വേറൊരു കളി കളിച്ചു. സാറ്റ് കളിക്ക് ശേഷം പിന്നീട് അവർ അതിനേക്കാളിലും രസമുള്ള ഇർഷാദ് മോനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കളി അവർ കളിച്ചു. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 43 പേജിൽ കാണാം. നേരെ ഇപ്പുറത്തെ പേജിൽ എന്താ അവർ കളിക്കുന്നത്? ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ? ആണോ? ആരാണ് അവിടെ ബോൾ ചെയ്യാൻ വരുന്നത്? ബോൾ ചെയ്യുന്നത് ഇർഷാദ് മോൻ ബോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫർഹ ബാറ്റ് ചെയ്യാണ്. കൽബൊക്കെ ഇങ്ങനെ പന്ത് ഇങ്ങനെ വരാൻ വേണ്ടി, ബോൾ വരാൻ വേണ്ടി കാത്തു നിൽക്കാൻ. അർണബൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ തുറിച്ച് നോക്കുന്നുണ്ട് അല്ലേ? അർണബിനെ നോക്കിയൊക്കെ നിങ്ങൾ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് ചെവിയൊക്കെ കൂർപ്പിച്ച് റെഡിയായി നിൽക്കുകയാണ്. ക്യാച്ചൊക്കെ വരുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലക്ക് എൻ്റെ ചിറകുകളൊക്കെ അങ്ങനെ കാട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. കബുഷും അതുപോലെ തന്നെ. നല്ല അടിപൊളിയായിട്ട് കളി നടക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലാണ് അവരെന്ത് കേൾക്കുന്നത്? ഫർഹ ബാറ്റ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. കളിയൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുമ്പോൾ ഉണ്ട് ഒരു വല്ലാത്തൊരു ശബ്ദം. അവർ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എന്ത് ശബ്ദമാണ്? കീ 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 എന്നിങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. കീ 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 എന്നിങ്ങനെ ഒച്ച, ഒരു ശബ്ദം, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരുടെ സൗണ്ടായിരുന്നു അത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ സൂറത്തിൽ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആരവിടെ കരയുന്നത്. നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലേ? നമ്മുടെ പാഠപുസ്തകത്തിൽ കാണാത്ത ഒരാളാണ്. ആരാണ്? ഒരു ചിക്ക്, ഫർഹാണ്. ആരാണ് കരയുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫർഹുകളെ? എന്താ ഫർഹ് എന്ന് പറഞ്ഞാൽ? കരയുന്ന കൂട്ടുകാരൻ്റെ ആരാണ് അവിടെ കരയുന്നത്? നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഇവിടെ എഴുതാം. ഫർഹ്. എന്താണ് കരയുന്ന ആളുടെ പേരെന്താണ്? ഫർഹ്. ചിക്ക് എന്ന് പറയും. ചിക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കിളി, ഒരു ചെറിയൊരു കിളി ഉണ്ടാവും. ചിക്കനല്ല കേട്ടോ, ചിക്കാണ്. ചിക്ക്. ചിക്കൻ എന്ന് പറഞ്ഞാൽ കോഴി, ഒക്കെ നമ്മൾ കഴിക്കുന്ന സാധനമാണ്. ഫർഹ് പറഞ്ഞാൽ ചിക്ക്, കുഞ്ഞിക്കിളി, ചെറിയൊരു കിളിക്കാണ്. ലിറ്റിൽ ബേർഡ്, ചെറിയൊരു കിളിക്കാണ് എന്ത് പറയാം? ഫർഹ് എന്ന് പറയാം. അപ്പോൾ അവരിങ്ങനെ കീ കീ എന്ന് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ആരുണ്ട്? ഒരു കുഞ്ഞിക്കിളിയുണ്ട്. കുഞ്ഞിക്കിളിയുടെ കളർ എന്താണ്? നമുക്കറിയാം അല്ലേ? അമ്പജിൻ്റെ അതേ കളറാണ്. എന്താണ്? അസ്ഫർ കളർ അല്ലേ? ഒരു യെല്ലോ കളറിലുള്ള ഒരു കുഞ്ഞിക്കിളി അവിടെ കരയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യാണ്? കുഞ്ഞിക്കിളിയുടെ അടുത്തേക്ക് പോയി കുഞ്ഞിക്കിളിയോട് ചോദിച്ചു, എന്തു പറ്റി? നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നീ കരയുന്നത്? നിനക്ക് ആരുമില്ലേ? എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ അവർ ഫർഹ എന്ത് ചെയ്യാണ്? ആ ഫർഹിനെ എടുക്കുകയാണ്. ഫർഹിനെ എടുത്തു. ഫർഹ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇർഷാദ് മോൻ്റെ ഉഖ്താണ് അല്ലേ? സിസ്റ്ററാണ്. അവളെന്ത് ചെയ്തു? ഫർഹിനെ എടുത്തു, ചിക്കനെ എടുത്തു. അതിനോട് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക് ആരുമില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഫർഹ് എന്ത് ചെയ്യില്ല? ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ബക്കൽ ഫർഹു ചിക്ക് ക്രൈയിങ്. ആ കുഞ്ഞിക്കിളി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കരയുന്നത്? കീ 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 അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം? ഫർഹിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം എങ്ങനെയാണ്? കീ 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 പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണത്. ഇതാ അതിൻ്റെ കരച്ചിലിൻ്റെ സൗണ്ട് ഇവിടെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ്. കീ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരച്ചിൽ തന്നെയാണ്. അതിങ്ങനെ ക്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ഫർഹയുടെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യില്ല? റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫർഹ അതിനെ എന്ത് ചെയ്തു? കളിയൊക്കെ അവിടെ നിർത്തിവെച്ച്, ഇവിടെ ക്രിക്കറ്റൊക്കെ നിർത്തിവെച്ച് ഫർഹ ഈ നമ്മുടെ കുഞ്ഞിക്കിളിയെ എടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഫർഹിൻ്റെ ശബ്ദം നമുക്ക് പറയാൻ മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞാണ്, എങ്ങനെയാണ് ഫർഹിൻ്റെ സൗത്ത്? എങ്ങനെയാണ് സൗണ്ട്? എങ്ങനെയാണ് കരയുമ്പോൾ? കീ 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 അല്ലേ? ഷാറായിട്ട് പറഞ്ഞാണ്. ഒന്നുകൂടി പറഞ്ഞാണ് ഫർഹിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാണ്. കീ 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 അല്ലേ? ഇനി അതുപോലെ ഞാൻ പറയുന്ന ഒരു ജീവിയുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കണം. ഏത് ജീവിയുടെയാണ്? നമ്മൾ സാധാരണ കാണുന്ന ഒരു ബേർഡ്. ഏതാണ്? ക്രൗ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കാക്ക അല്ലേ?
നമ്മളെപ്പോഴും കാണുന്ന, നമ്മളെല്ലാവരും കണ്ടു പരിചയിച്ച ഒരു പക്ഷിയാണ് ഏത്? ക്രൗ, കാക്ക. കാക്കൻ്റെ ശബ്ദം എങ്ങനെയാകാരം? ഒന്ന് മിമിക്ക് ചെയ്താണ്. മിമിക്രിക്കാരനല്ലേ നിങ്ങളെല്ലാവരും? ശബ്ദങ്ങൾ അനുകരിക്കൂലേ? മിമിക് എന്ന് പറയും അല്ലേ? മിമിക്ക് ചെയ്യുക. ഒന്ന് ചെയ്താണ്. ആ കാ 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 അല്ലേ? കാക്ക എങ്ങനെ കരയുക? കാ 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 എന്ന് കരയും അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്താണ്. ഖുറാബിൻ്റെ ക്രൗ എന്ന നമ്മളെ പക്ഷിയുടെ സൗണ്ട് ഒന്ന് ഉച്ചത്തിലങ്ങ് ആയിക്കളി. അല്ല, കാക്കകളെ കണ്ടെങ്കിൽ ഓടി വരട്ടെ, ആരാണ് ഈ കരയണെന്ന് നോക്കിയിട്ട് അല്ലേ? ഓക്കെ. അതുപോലെ വേറൊരു ജീവിയുടെ നമുക്ക് ശബ്ദം വേറെ ഏതാണ്? നമുക്ക് കോയി, ദീക്കിൻ്റെ ശബ്ദം ഉണ്ടാക്കാം. കോക്ക്. ദീക്കിൻ്റെ ശബ്ദം എങ്ങനെയാണ്? നിങ്ങളെ വീട്ടിലൊക്കെ ദീക്കുണ്ടാവും അല്ലേ? കോയില്ലേ? കോഴിയുടെ ശബ്ദം എങ്ങനെയാണ്? കോ 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 അല്ലേ? കോ 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 എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും അല്ലേ? അതാണ് ദീക്കിൻ്റെ ശബ്ദം. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന ജീവിയാണ് ഏത്? ക്യാറ്റ്. ക്യാറ്റിൻ്റെ ശബ്ദം എങ്ങനെയാണ്? മിയാവ് മിയാവ് മിയാവ്. പിന്നെ വേറെ ഏത് ജീവിയുടെ ശബ്ദം കഴിയുക ഒന്ന് പറഞ്ഞാണ് നിങ്ങൾ? വേറൊരു ജീവിയുടെ ശബ്ദം. ആരാണ് ഉറക്കെ പറയുന്നത്? ഭൗ ഭൗ ഭൗ. ആരാണ് പറഞ്ഞത്? ഭൗ ഭൗ എന്നത് ആരുടെ ശബ്ദമാണ്? എലിഫൻറ്റിൻ്റെ ശബ്ദമാണ് ഭൗ ഭൗ എന്നുള്ളത്. എലിഫൻറ്റിൻ്റെ അല്ലേ? പിന്നെ ആരുടെയാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ച കൽബിൻ്റെ ശബ്ദമാണ്. ഡോഗിൻ്റെ ശബ്ദമാണിത്. ഭൗ 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 എന്നുള്ള ശബ്ദം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ജീവികളുടെ ശബ്ദങ്ങൾ അനുകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തെ പേജ് ഒന്ന് എടുക്കാം. 44-ാമത്തെ പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും? ഓരോ ജീവികളുടെ ശബ്ദം. 44-ാമത്തെ പേജ് ഇതാണ്. 44-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ പറഞ്ഞ ഒരു പക്ഷിയുടെ ഫോട്ടോ. ഏതാണ്? ക്രൗ അല്ലേ? കാക്കയാണ്. കാ 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 എന്ന് ശബ്ദം പറയുന്നുണ്ടല്ലേ? അതിൻ്റെ ശബ്ദം ഇതാണ്. കാ കാ കാ. അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അതുപോലെ ഒരു കോക്കിൻ്റെ ശബ്ദം, ഒരു ദീക്കിൻ്റെ, കോഴിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കോഴിയുടെ കരച്ചിൽ എങ്ങനെയാണ്? കൂ കൂ കൂ. അതുപോലെ ഇപ്പുറത്ത് കാണാം ഒരു ക്യാറ്റിൻ്റെ കിത്ത്. നമ്മൾ പഠിച്ചു കിത്ത്. കിത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ്? മിയാവൂ 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 മിയാവൂ. ഇതൊക്കെ എല്ലാവർക്കും കഴിയുന്ന ശബ്ദമല്ലേ? നിങ്ങളൊക്കെ അത് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ മറ്റൊരാളാണ് ആര്? കൽബ്. നമുക്കൊക്കെ പേടിയുള്ള ഒരാളാണ് അല്ലേ കൽബ്? നമ്മൾ നടന്നു പോകുമ്പോൾ കൽബിനെ കണ്ടാൽ ഓടും. നിങ്ങൾ ഓടരുത് കേട്ടോ. കാരണം ഓടിയാൽ കൽബ് നമ്മുടെ പിന്നാലെ ഓടും. നമ്മളവിടെ നിന്നാൽ മതി. മെല്ലെ നടന്നു പോയാൽ കൽബ് നമ്മളെ നേരക്ക് വരില്ല. കൽബ് എങ്ങനെ നമ്മളെ നേരക്ക് വരുമ്പോൾ എന്താ പറയാറ്? ഭൗ ഭൗ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് ഒരുപാട് ജീവികളുടെ ശബ്ദങ്ങൾ, സൗണ്ടുകൾ മിമിക്ക് ചെയ്യാൻ സാധിച്ചു. നിങ്ങളിതുപോലെ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ജീവികളുടെ ശബ്ദങ്ങൾ, ആട്, കബുഷിൻ്റെ ശബ്ദമൊക്കെ നമുക്കറിയില്ലേ? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കൊരു പാട്ട് പാടാം. ഇവരുടെ ശബ്ദം വെച്ചിട്ടൊരു പാട്ട് പാടാം. ഈ പാട്ട് നിങ്ങളും പാടണം. അത് ഞാനൊന്ന് പാടിത്തരാം. 4 പേരുള്ള ഒരു പാട്ടാണ്. നഅക ഖുറാബുൻ ഖാ 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 സാഹദ്ദീകു കോ 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 മാ അൽഖിതു മ്യാവൂ മ്യാവൂ നബ്ഹൽ ഖൽബു ഭൗ ഭൗ ഭൗ. നോണി പാടാം. നഅക ഉറാബുൻ ഖാ 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 നഅക ഉറാബുൻ ഖാ 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 സാഹദ്ദീകു കോ 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 മാ അൽഖിതു മ്യാവൂ മ്യാവൂ സ്വാഹൽ ഖൽബു ഭൗ ഭൗ ഭൗ. അത് പാടിക്കാണേ.
നല്ല രസമുള്ളൊരു പാട്ടാണ്, നല്ല പിച്ചുകളൊക്കെ ഉള്ള നല്ലൊരു പാട്ട് അല്ലേ? ഒന്ന് പാട്ട് നോക്കാം നമുക്ക്. ആ നഅക ഉറാബുൻ ഖാ 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 സ്വാഹദ്ദീകു കോ 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 മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ നബഹൽ ഖൽബു ഭൗ ഭൗ ഭൗ. പാട്ട് പഠിക്കണം, എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നഅകൗറാബുൻ കാക്ക കരഞ്ഞു കാ കാ കാ. മലയാളത്തിൽ പാടില്ലേ? കാക്ക കരഞ്ഞു കാ കാ കാ. സ്വാഹദ്ദീഖ് സ്വാഹദ്ദീഖ് പറഞ്ഞാൽ കോഴി കൂവി. കോ കോ കോ. മാ അൽഖിത്തു പൂച്ച കരഞ്ഞു. മ്യാവൂ മ്യാവൂ. നബഹൽ കൽബു നായ കുരച്ചു. ബൗ ബൗ ബൗ. അപ്പോൾ ഈ പാട്ടുകൾ നിങ്ങൾ പഠിക്കണം. പ്രധാനമായിട്ട് നമുക്കിതിൽ ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഈ 2 പാട്ടുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. ഇതിലുള്ളതുപോലെയാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയെടുക്കുമ്പോൾ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ എഴുതുക. കളറ് സ്കെച്ച് കൊണ്ട് എഴുതരുത് കേട്ടോ നോട്ട് പുസ്തകത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ സാവധാനം എഴുതണം, ശ്രദ്ധാപൂർവം എഴുതണം. ശ്രദ്ധാപൂർവം എഴുതുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിച്ച് എഴുതാനല്ല, വൃത്തിയിൽ എഴുതണം. പിന്നെ ഈ നമ്മുടെ ജീവികളുടെ സുഹൃത്തുക്കളുടെ ശബ്ദങ്ങൾ നിങ്ങൾ അനുകരിക്കണം. ഈ പാട്ട് നിങ്ങൾ പാടി പഠിച്ച് ശരിയാക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ ഈ പാഠം നിങ്ങൾ നേരെ പഠിക്കും. നമ്മുടെ കിളികളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ നിങ്ങൾ മിമിക്ക് ചെയ്യും. ഇതൊക്കെ എനിക്കറിയാം. നല്ല ഉഷാറായിട്ട് മിമിക്ക് ചെയ്യുക, പാഠം പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.